നമസ്കാരം, ഞാൻ ഡോക്ടർ സഹദ് എൻവി, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ, ഹീൽ ഫോർട്ട് ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജീറിയാട്രിക് ഫ്രാക്ചേഴ്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. വയസ്സ് കൂടുന്നതിനനുസരിച്ച് എല്ലുകളുടെ ബലക്ഷയം ഉണ്ടാവുകയും തന്മുഖേന ട്രിവിയൽ ഫോൾ അല്ലെങ്കിൽ സാധാരണ ഒരു ചെറിയ വീഴ്ചകൾക്ക് പോലും പറ്റുന്ന ഫ്രാക്ചേഴ്സിനെയാണ് നമ്മൾ ജീറിയാട്രിക് ഫ്രാക്ചേഴ്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോസ്റ്റ് കോമൺലി നമുക്ക് രണ്ട് തരത്തിലുള്ള ഫ്രാക്ചേഴ്സ് ആണ് OPD-കളിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിലും കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത്. ഒന്ന് ഇന്റർട്രോക്കാൻഡിക് ഫ്രാക്ചേഴ്സ്, രണ്ടാമത്തേത് ഫ്രാക്ചർ നെക്ക് ഓഫ് ഫീമർ. ഇത്തരം ഫ്രാക്ചേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ചേഴ്സ് ഓഫ് നെസസിറ്റി എന്ന് പറയുന്നത്. ഇത്തരം ഫ്രാക്ചറുകൾ ഏകദേശം എല്ലാ കണ്ടീഷൻസിലും നമ്മൾ സർജറി ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണ് ഇത്തരം ഫ്രാക്ചേഴ്സ് സംഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ? പ്രധാനമായും വീഴ്ച തന്നെയാണ്. ആ വീഴ്ചയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഒന്ന് ഏജ് തന്നെയാണ്. ഏജ് കൂടുന്നതിനനുസരിച്ച്, ഉദാഹരണത്തിന് ഒരു 65 വയസ്സിന് മുകളിൽ ആർക്കും സംഭവിക്കാവുന്ന ചില കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ ഓസ്റ്റിയോപീനിയ, സാർക്കോപീനിയ തുടങ്ങിയ കണ്ടീഷൻസ്, എല്ലുകളുടെ ബലക്ഷയം, മസിലുകളുടെ ബലക്ഷയം, മറ്റൊന്ന് റിഫ്ലക്സുകളിൽ ഉണ്ടാകുന്ന വേഗത കുറവ്, മറ്റൊന്ന് ഡിമെൻഷ്യ പോലത്തെ ജനറൽ കണ്ടീഷൻസ്, മറ്റൊന്ന് ഡയബറ്റീസും അതുമായി ബന്ധപ്പെട്ട ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന കണ്ടീഷൻസ്, മറ്റൊന്ന് നമ്മളുടെ കാഴ്ചയിലും കേൾവിയിലും ഉണ്ടാകുന്ന പരിമിതികളാണ്. ഇത്തരം ചില കണ്ടീഷൻസ് ആണ് ഇത്തരം ട്രിവിയൽ ഫോളിലേക്കും അത് മുഖേന ഉണ്ടാകുന്ന ഫ്രാക്ചറുകളിലേക്കും നയിക്കുന്നത്. ഇനി ഇത്തരം വീഴ്ചകൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? ഒന്ന്, കോൺസ്റ്റന്റ് എക്സസൈസ് പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് ഒരു അരമണിക്കൂർ നടക്കുന്നതിലൂടെ നമുക്ക് റിഫ്ലക്സസ് ഇംപ്രൂവ് ചെയ്യാനും മസിലിന്റെയും ജോയിന്റുകളുടെയും കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും. മറ്റൊന്ന്, കോൺസ്റ്റന്റ് അപ്ഡേഷൻ ഓഫ് ഹിയറിംഗ് ആൻഡ് വിഷൻ. നമ്മുടെ കാഴ്ച, കേൾവി ഇത് 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതിന് വേണ്ട കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, മെഡിസിൻസ് കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് നമുക്ക് സെഡേഷൻ തരുന്ന മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താൽക്കാലികമായി അത് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റ് മെഡിസിൻസ് തരാനോ നിങ്ങൾ ഡോക്ടറോട് ആവശ്യപ്പെടുക. മറ്റൊന്ന്, റൂമിലെ ലൈറ്റിംഗ്സ് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്ലീപ്പ് അഡീക്വറ്റ്ലി, നന്നായിട്ട് ഉറങ്ങുക, പ്രോപ്പറായിട്ട് ഉറക്കം ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഫുട്വെയറുകൾ ഉപയോഗിക്കുക, സ്ലിപ്പറി ആയിട്ടുള്ള ഫ്ലോറുകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ സ്ലിപ്പറി ആയിട്ടുള്ള ചവിട്ടികളും മറ്റും റൂമിൽ അനാവശ്യമായി ഇടുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്നും മറ്റും മൂത്രമൊഴിക്കാനും മറ്റും ആവശ്യങ്ങൾക്കായി എഴുന്നേൽക്കുന്ന സമയത്ത് വളരെ സാവധാനം എഴുന്നേൽക്കുക. ഇത് പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ എന്ന കണ്ടീഷൻ ഒഴിവാക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വടികൾ, ഊന്നുവടികൾ പോലത്തെ വാക്കിംഗ് എയ്ഡ്സ് നിർബന്ധമായും യൂസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ട്രിവിയൽ ഫോളുകൾ ഒഴിവാക്കാം, അതുപോലെ തന്നെ ജീറിയാട്രിക് ഫ്രാക്ചേഴ്സിനെ നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും സാധിക്കും. താങ്ക് യു.